കലാമണ്ഡലം ഡോറയും ബുജി ഇങ്ങോട്ടൊന്ന് വരാമോ? എന്താ? അല്ല, നിങ്ങൾ ശരിക്കും ആരാണ്? സത്യത്തിൽ നിങ്ങൾ ബോംബെ മുട്ടായിയുടെ കൂട്ടിരിക്കാണ്. ബോംബെ മുട്ടായിയാ? ബോംബെ മുട്ടായി, ബോംബെ പൂട എന്നൊക്കെ പറയത്തില്ലേ? അതേപോലെ ഇരിക്കുന്നത്. ഞാൻ അറിയാതെ ചിലപ്പോ എടുത്ത് കടിച്ചു പോയനെ. ബാബ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരെന്താണ് ശരിക്കും? എന്റെ ശരിക്കും പേര് ബാലരാമുരം ബാബു. അതിന്റെ ഷോർട്ട് നെയിം ആണ് ബാബ. അതല്ലേ? അല്ല, ഈ ബാലരാമപുരത്ത് കിടക്കുന്ന നിങ്ങൾ എന്തിനാണ് ഈ ഉൾക്കാട്ടി കിടന്നു വന്ന് ഈ മഞ്ഞ് കൊള്ളുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുഞ്ഞെ, അതങ്ങ് പറഞ്ഞു കൊടുത്തേ. എന്റെ ബാബ കണ്ണ് കെട്ടി ബൈക്കിൽ അഭ്യാസം നടത്തുമായിരുന്നു. അതിനെ അഭ്യാസം ഒന്നല്ല ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. പിന്നെ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുവാന്ന് പറയും. അങ്ങനെ എന്റെ ബാബ കണ്ണ് കെട്ടി ബൈക്കിൽ അഭ്യാസം നടത്തിക്കൊണ്ട് കിലോമീറ്ററുകളോളം പോവായിരുന്നു. കണ്ണ് കെട്ടി. ആ, 1 ആയി 2 ആയി 3 ആയി അങ്ങനെ 15 ആയപ്പോ കമ്മിറ്റിക്കാര് പറഞ്ഞു നിർത്തിക്കോളാം. അത് സ്വാഭാവികമാണ്. കാരണം 15 കിലോമീറ്റർ ഒക്കെ കണ്ണ് കെട്ടി ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു സാഹസിക പ്രവൃത്തി തന്നെയാണ്. അയ്യോ, 15 കിലോമീറ്ററും കണ്ണ് കെട്ടി പോയതല്ല, പിന്നെ 15 ആളെ ഇടിപ്പിച്ച് അങ്ങ് കൊന്ന്. അതിനുശേഷം പിന്നെ നാട്ടുകാർ അവിടെ നിർത്തോ? നാട്ടുകാർ ഞങ്ങൾ അങ്ങനെ കാട്ടിലേക്ക് ഓടിച്ചു. ഇപ്പൊ കാട്ടില് ഞങ്ങൾ 20 കൊല്ലായിട്ട് സെറ്റിൽഡാ. സെറ്റിൽഡാണ്. ഈ വനത്തിൽ CBSE-ലാണോ പഠിച്ചത്? അല്ല, ഈ ചെന്നൈ സെറ്റിൽഡ്, കൊച്ചി സെറ്റിൽഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വനത്തിൽ സെറ്റിൽഡ് എന്നൊക്കെ കേട്ടുകൊണ്ട് ചോദിച്ചാണ്. അല്ല, ഇവിടെ സ്ഥിര താമസമാക്കി എന്ന് പറഞ്ഞതാ. തുമ്പി, പ്രകൃതിയുടെ നിഗൂഢതയിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ സമയമായി. ഞാൻ പോയിട്ട് വരാം. ഈ പ്രകൃതിയുടെ നിഗൂഢതയിൽ ലയിക്കുമ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എടുക്കണ്ടേ? എന്ത്? ബക്കറ്റും വെള്ളവും. എന്നിട്ട് ലയിക്കുവോ ലയിക്കാതിരിക്കോ എന്ത് ചെയ്തോ? നീ വരിക. ഇപ്പൊ ഒരു ഹുസ് കേട്ടല്ലോ, അത് എവിടെ നിന്ന് വന്നു? വായിന്ന് വന്നു. ഭാഗ്യം, പോയിക്കോളൂ. ഞാൻ ഭയന്നു പോയി.